ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടാണ്ട് തുടങ്ങാം. അടുത്ത പോയിന്റാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്താണ് പറയുന്നത്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. എന്താണ്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അടുത്ത പോയിന്റ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പം എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് രണ്ടായിട്ട് തിരിക്കാം. അതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അടുത്തത് സ്ഥിരം എക്സിക്യൂട്ടീവാണ്. അതിലെന്തൊക്കെയുണ്ട്? ഉദ്യോഗസ്ഥ വൃന്ദം അടങ്ങിയതാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലൊക്കെ മെമ്പേഴ്സ് ഉൾപ്പെടുന്നതാണ് എന്ത്? സ്ഥിരം സർവീസ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ്, അതാണ് രാഷ്ട്രപതി. 2 യഥാർത്ഥ എക്സിക്യൂട്ടീവ്, അതിലെന്താണ്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉൾപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. 1 നാമമാത്രമായ എക്സിക്യൂട്ടീവ്, 2 യഥാർത്ഥ എക്സിക്യൂട്ടീവ്. നാമമാത്രമായ എക്സിക്യൂട്ടീവിൽ ആരാണ്? രാഷ്ട്രപതി ഉൾപ്പെടുന്നു. യഥാർത്ഥ എക്സിക്യൂട്ടീവിൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് ഉൾപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമാണ് അടുത്ത പോയിന്റ്. അതിനു മുന്നേ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് വായിച്ച് സെറ്റാക്കാം. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്താണ്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ് വിഭാഗമാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. ആരൊക്കെ ഉൾപ്പെടുന്നു? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അടുത്ത പോയിന്റ്, കാര്യനിർവഹണ വിഭാഗത്തെ രണ്ടായിട്ട് തിരിക്കാം. 1 രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, 1 സ്ഥിരം എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ അടങ്ങുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അടുത്തത് സ്ഥിരം എക്സിക്യൂട്ടീവാണ്. അതിൽ ഉദ്യോഗസ്ഥ വൃന്ദം ആരൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥ വൃന്ദം അടങ്ങിയതാണെന്ത്? സ്ഥിരം എക്സിക്യൂട്ടീവ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ആരൊക്കെയുണ്ട്? 1 നാമമാത്രമായ എക്സിക്യൂട്ടീവ്, 1 യഥാർത്ഥ എക്സിക്യൂട്ടീവ്. നാമമാത്രമായ എക്സിക്യൂട്ടീവിലെ രാഷ്ട്രപതി, യഥാർത്ഥ എക്സിക്യൂട്ടീവിലെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉൾപ്പെടുന്നതാണ്. അടുത്ത പോയിന്റ്, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഇനി നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് വായിക്കുകയാണ്. എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അടുത്ത പോയിന്റാണ് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അടുത്ത പോയിന്റാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന
ബോഡിക്ക് എന്താ പറയുക, ഇലക്ട്രൽ കോളേജ് എന്നാണ്. അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്, ഇലക്ട്രൽ കോളേജ്. അടുത്ത പോയിന്റ്, 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അടുത്ത പോയിന്റ്, പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് എന്ത്, രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്ത പോയിന്റ്, രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളെല്ലാം വഹിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, പ്രധാനമന്ത്രി അഥവാ പ്രൈം മിനിസ്റ്റർ. എന്താണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ? രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. അപ്പോൾ ആരാണ് പ്രധാനമന്ത്രി? രാജ്യത്തിൻ്റെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. അടുത്ത പോയിന്റ്, മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ? മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കുണ്ട്. അടുത്ത പോയിന്റ്, രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ആരൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്? രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതി എന്താ അറിയപ്പെടുന്നത്? മന്ത്രിസഭ എന്നറിയപ്പെടുന്നു. ഇതിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകളാണ് അടുത്തത്. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? മന്ത്രിസഭയുടെ ചുമതലകൾ ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. അടുത്തത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. അടുത്തത് നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. അടുത്ത പോയിന്റാണ് ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അടുത്തത് രാജ്യഭരണം നിർവഹിക്കുക. മന്ത്രിസഭയുടെ ചുമതലകളാണ് എന്തൊക്കെ? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അടുത്ത പോയിന്റാണ് സ്ഥിരകാര്യ നിർവഹണ വിഭാഗം, അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ്. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ ധർമ്മങ്ങൾ? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അടുത്ത പോയിന്റ്, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്.
അപ്പോൾ എന്താണ് സ്ഥിരകാര്യ നിർവഹണ വിഭാഗത്തിലെ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവര്. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാലാണ് ഇവരെന്ത് സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റാണ് നീതിന്യായ വിഭാഗം, അതായത് ജുഡീഷ്യറി. എന്താണ് നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണെന്ത് നീതിന്യായ വിഭാഗം. അപ്പം മേലെ പറഞ്ഞിട്ടുള്ള നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഓർഡറാണ്. ഒന്ന് ഫസ്റ്റിലുള്ളത് സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, കീഴ്ക്കോടതി. മേലെന്ന് താഴേക്കാണെങ്കിൽ ആദ്യം കീഴ്ക്കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി. ഏറ്റവും പരമമായതാണെന്ത് സുപ്രീം കോടതി. അടുത്ത പോയിന്റ് സുപ്രീം കോടതി അഥവാ സുപ്രീം കോർട്ട്. എന്താണ്? നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28-നാണ്. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 65 വയസ്സാണ്. അടുത്ത പോയിന്റ്, ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അടുത്ത പോയിന്റ് എന്താണ്? ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. അടുത്തത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. ഉത്ഭവാധികാരം. എന്താണ് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരം? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം എന്താണ്? കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെ വരുന്നത് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരങ്ങളിലാണ്. അടുത്ത പോയിന്റ്, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. എന്താണ് അപ്പീൽ അധികാരം? സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കുണ്ട്. അടുത്തത് ഉപദേശക അധികാരമാണ്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അപ്പം എന്താണ് സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം? രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അടുത്തത് റിട്ട് അധികാരമാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതാണെന്ത്? റിട്ട് അധികാരം. അടുത്തതാണ് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അടുത്ത പോയിന്റാണ് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും, ചെക്സ് ആൻഡ് ബാലൻസ്. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നതൊന്ന് വായിക്കാം. എന്താണ്? നീതിന്യായ പുനരവലോകനം. ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. അപ്പോൾ
സുപ്രീം കോടതി എന്താണ്? സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരുടെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. പിന്നെ വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടന പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് ഉത്ഭവാധികാരം, 2 അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, പിന്നെന്താണ് ഉപദേശക അധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. അടുത്ത പോയിന്റ് നോക്കാം. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ ഇംപീച്ച്മെന്റ് പോലെയുള്ളവരുടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. അടുത്ത പോയിന്റാണ് നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും പിന്നെന്താണ് സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും ഒന്ന് പഠിക്കാൻ പറയും. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.